നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏതൊരു കാര്യം ഏറ്റെടുത്താൽ ആ പ്രവൃത്തികളിൽ നമുക്ക് വിജയം കൈവരിക്കാൻ ഈ ഒരു ലളിതമായ മാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി. അത് നിങ്ങൾ സ്വീകരിച്ചാൽ ഉറപ്പായും നമ്മൾ ഏത് പ്രവൃത്തി ഏർപ്പെട്ടാലും ശരി നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഏത് വിനേനെയും തടസ്സങ്ങൾ നേരിടും. അത് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശരി നമുക്ക് പലവിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായി വരും. അത് ചിലർക്ക് അനുഭവമുള്ള കാര്യമാണ്, ഉറപ്പായുള്ള കാര്യമാണ്. നിങ്ങൾ ഭക്തിപൂർവ്വം ഗണപതി ഭഗവാനെ ഈ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഏതൊരു പ്രവൃത്തി, അതായത് നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വയം തൊഴിൽ പൂർണ്ണമായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്ത് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടാവും, അവിടെ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്നും തടസ്സങ്ങളുണ്ടാകാം, മേലുദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് തടസ്സങ്ങളുണ്ടാകാം. ഈ തടസ്സങ്ങളൊക്കെ എല്ലാം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ ഈ പറയുന്ന ഒരു ലളിത മാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി. ഭക്തിയോടെ ഗണേശ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ പറയുന്ന കാര്യം ഇതുപോലെ തന്നെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർത്തവാവ് കഴിഞ്ഞ് ഒരു 14 ദിവസം, അതായത് പൗർണമിക്ക് തൊട്ട് മുമ്പത്തെ ദിവസമാണ് ചതുർദശി. അതിന് പറയുന്നതാണ് ശുക്ല ചതുർദശി. ഈ ശുക്ല ചതുർദശി നാളിലെ കറുകപ്പുല്ല് മാല നമ്മൾ ചാർത്തി ഗണപതി ഭഗവാനെ വന്ദിക്കണം. അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രം 108 നിങ്ങൾ തിരുനടയിൽ നിന്ന് ജപിച്ചാൽ ഉറപ്പായും നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യം ഏതൊരു കാര്യമായാലും ശരി വിജയിക്കുക തന്നെ ചെയ്യും. അത് നിസ്സംശയം പറയാം, അത്രയ്ക്കും ശക്തിമത്തായ ഒരു കാര്യമാണ്. കറുകപ്പുല്ല് മാല, നമ്മൾ ശുദ്ധമായ കറുകപ്പുല്ല് പറിച്ച് അത് മാല കെട്ടി ഭഗവാനെ ചാർത്തി ഭഗവാന്റെ തിരുനടയിൽ മുന്നിൽ നിന്ന് ഒരല്പസമയം, അതായത് 108 തവണ നിങ്ങൾ ഈ ഓം ഗം ഗണപതേ നമ എന്ന മൂലമന്ത്രം ജപിക്കണം. ഇങ്ങനെ ചെയ്തു പോന്നാൽ എല്ലാ ശുക്ല ചതുർദശി നാളിലും, അതായത് വെളുത്തവാവിന് മുമ്പേ വരുന്ന ദിവസം, അതായത് 14ാമത്തെ ദിവസമാണ് ശുക്ല ചതുർദശി. അന്നേ ദിവസം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും നമുക്ക് ഏതൊരു കാര്യമായാലും ശരി, ഏറ്റെടുക്കുന്ന കാര്യമായാലും ശരി വിജയിക്കാൻ സാധിക്കും. അത് സിനിമാ മേഖലയിലായാലും ശരി, നമ്മൾ വ്യവസായ മേഖലയിലായാലും ശരി, നമ്മൾ ജോലി ഏത് ജോലിയിലായാലും ശരി, ഏത് പ്രവൃത്തിയിലും ശരി നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് വർദ്ധിച്ച ധനം നമുക്ക് ഉണ്ടാകും. അതിലൂടെ നമുക്ക് സുഖകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താലാണ് സാധിക്കുക. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാലേ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അടുത്തുള്ള ഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ പറയുന്ന ശുക്ല ചതുർദശി ദിവസം പോയി കറുകപ്പുല്ലുമാല ചാർത്തി തൊഴണം. ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഭക്തിയോടെ ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രം 108 ജപിച്ചാൽ മാത്രം മതി. നമ്മൾ ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കും. ഉറപ്പായും വിശ്വസിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു.